ഞാനും വർക്ക് ഓൺ ഫോം ആയിരുന്നു. ഞാനും IT കമ്പനിയിൽ ഫുൾ ഡേ വർക്ക് ആയിരുന്നു. വീട്ടിലിരുന്ന് വർക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ആയിരുന്നു എക്സാക്ട്ലി ആ സമയത്ത്. രാവിലെ പകലൊന്നും ഇല്ല, ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. IT കമ്പനിയിലാണ്. പക്ഷേ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അനൗൺസ് ചെയ്യും മുമ്പ് ഞാനത് അനൗൺസ് ചെയ്തു. 2014 ആർട്ടിസ്റ്റുകളൊക്കെ, ഞാൻ വരുന്ന സമയത്ത് 1-2 പേരുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ഉള്ളത് കേട്ടോ, ആർട്ടിസ്റ്റുകൾ. ബാക്കി മേജർ ആൾക്കാർ ചിന്തിക്കും മുമ്പ് സോഷ്യൽ മീഡിയ ബിൽഡ് ചെയ്യും. ഇപ്പോഴും നിങ്ങൾ ഇപ്പം എന്തൊരു കോമ്പറ്റീഷൻ അല്ലേ? ഇപ്പോഴും നിങ്ങൾ അതിനൊരു ഡിലേ വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് 50 കിട്ടിയ ആൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ് 10, 5, 1, 50 വയസ്സ്, 25 വയസ്സ്, അങ്ങനെയുണ്ട് കാറ്റഗറി. യു വിൽ ബി ബിക്കം ദാറ്റ് കാറ്റഗറി. ഫസ്റ്റ് മൂവർ ആവണോ ഇൻഡസ്ട്രിയിൽ, ഓർ ലാസ്റ്റ് മൂവർ ആയിട്ട് നഷ്ടത്തിൽ ചെന്ന് നിങ്ങൾക്ക് അവസാനിപ്പിക്കണോ? ഓപ്ഷൻ 1 or 2. ഓപ്ഷൻ 1 or 2. ആർട്ട് ഒരു ഹോബി ആക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാ ഡിലേ ചെയ്യിപ്പിക്കുന്നേ? നല്ലൊരു വലിയൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ, ഏറ്റവും ബിഗ്ഗസ്റ്റ് മാസ്റ്റർ പീസ് ചെയ്യാൻ എന്തിനാ നാളത്തേക്ക് മാറ്റി വെക്കുന്നേ? അവിടെയും ഒരു മാർക്കറ്റ് ഷെയർ ഇല്ലേ? നമ്മുടെ ആർട്ടിനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ മ്യൂറൽ പെയിന്റിങ് ആണെങ്കിലും വേറൊരാൾ അതിനേക്കാളും ബെറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടില്ലേ? മാസ്റ്റർ പീസ് ആർട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഒരു മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചലഞ്ച് പരിപാടി ഉണ്ടാവുന്നു? പക്ഷെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം, എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ സീക്രട്ട്. മനസ്സിലാവുന്നുണ്ടോ? പെർഫെക്ഷനിസം ഒന്നുമില്ല. ഞാൻ എന്തോരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് മാസ്റ്റർ പീസ് ആർട്ട് വർക്കിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് മൂവർ പെർഫെക്റ്റ് ആവണമെന്നില്ല. ഞാൻ കൊച്ചിയിൽ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അഡ്മിഷൻ ഫോമോ പ്രോഗ്രസ് റിപ്പോർട്ടോ പ്രോപ്പർ സിലബസോ, ഞാനൊരു നല്ല ടീച്ചറോ അല്ലായിരുന്നു. ബട്ട് ആൾക്കാർ പൈസ, നേരത്തെ കാണിച്ച പോലെ ആൾക്കാർ പൈസ കാണിച്ച് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഞാൻ പേടിച്ചു. ഫസ്റ്റ് ടൈം ഓൺലൈൻ ക്ലാസ് അനൗൺസ് ചെയ്യുമ്പോൾ A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ ആദ്യത്തെ 5 ചാപ്റ്ററായിരുന്നു റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. അതിനുശേഷം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. 750 സ്റ്റുഡൻസിനെയാണ് ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തത്. അവർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ കോഴ്സ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.